ലോക്സഭാ തെരഞ്ഞെടുപ്പ് അവസാനിച്ചിരിക്കെ വയനാട് പുതിയ തരത്തിലുള്ള ചർച്ചകൾക്ക് തുടക്കമിടുകയാണ്. വളരെ സംശയിച്ചു നിന്ന ഒരു രാഷ്ട്രീയക്കാരനിൽ നിന്ന് പക്വമതിയായ ഒരു രാഷ്ട്രീയക്കാരനായി വളർന്ന രാഹുൽ ഗാന്ധി വയനാട്ടിൽ നിന്നും റായ്ബറേലിയിൽ നിന്നും മികച്ച വിജയങ്ങൾ കൊയ്തപ്പോൾ പുതിയ ചർച്ചകൾക്ക് അത് തുടക്കമിടുകയാണ്. ഇനി ഏവരും ഉറ്റുനോക്കുന്നത് രാഹുൽ ഗാന്ധി തന്റെ ഹൃദയത്തോട് ഏത് മണ്ഡലത്തെ ചേർത്ത് വെക്കും എന്നുള്ളതാണ്. ചിലരൊക്കെ റായ്ബറേലിയെ ചേർത്ത് വെക്കും എന്ന് പറയുമ്പോൾ രാഹുൽ ഗാന്ധിക്കും അത് നിഷേധിക്കാനാകുന്നില്ല എന്നുള്ളതാണ് സത്യം. കാരണം ഹിന്ദി ഹൃദയഭൂമിയിൽ രാഹുൽ ഗാന്ധി അഖിലേഷ് യാദവിനോടൊപ്പം നടത്തിയ തേരോട്ടം BJPക്ക് തെല്ലൊന്നുമല്ല തിരിച്ചടി നൽകിയത്. വലിയ നേട്ടം ഉണ്ടാക്കാനാവുകയും ചെയ്തു. നേരത്തെ 62 സെറ്റ് നേടിയ BJP 33 സീറ്റിലേക്ക് കൂപ്പുകുത്തുന്ന ഒരു കാഴ്ചയാണ് ഈ തേരോട്ടത്തിൽ നമ്മൾ കണ്ടത്. അതുകൊണ്ട് തന്നെ രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം എടുക്കാൻ പോകുന്ന തീരുമാനം വളരെ നിർണായകമാണ്. പ്രത്യേകിച്ച് പ്രാദേശിക തെരഞ്ഞെടുപ്പുകളും നിയമസഭാ തെരഞ്ഞെടുപ്പും ഒക്കെ വരാനിരിക്കുന്ന കേരളത്തെ സംബന്ധിച്ചിടത്തോളം പ്രതിപക്ഷ കക്ഷികൾ ഉന്നയിക്കുന്നത് പോലെ, പാർട്ടികൾ ഉന്നയിക്കുന്നത് പോലെ, വിമർശകർ ഉന്നയിക്കുന്നത് പോലെ അദ്ദേഹം വയനാടുള്ള ജനതയെ വഞ്ചിക്കുമോ എന്നുള്ളതാണ് എല്ലാവരും കാത്തിരുന്ന് ആകാംക്ഷയോടെ നോക്കുന്നത്. ഒരുപക്ഷെ കഴിഞ്ഞ ദിവസങ്ങളിൽ അദ്ദേഹം തന്റെ വോട്ടർമാർക്ക് നന്ദി പ്രകടിപ്പിക്കുന്നതിനായി വയനാട് എത്തിയപ്പോൾ വേദിയിലുണ്ടായിരുന്ന ചിത്രത്തിൽ മറ്റൊരാളുടെ ചിത്രം കൂടി ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ചർച്ചകൾക്ക് വഴിമരുന്നിടാനുള്ള മറ്റൊരു കാരണം. അത് മറ്റാരുടേതുമായിരുന്നില്ല, അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട സഹോദരിയായ പ്രിയങ്ക ഗാന്ധിയുടെ തന്നെയായിരുന്നു. പിന്നീട് വളരെ വലിയ ചർച്ചകൾ കേരള രാഷ്ട്രീയത്തിൽ നടക്കുകയാണ്. അദ്ദേഹം ഏത് മണ്ഡലമാണ് തിരഞ്ഞെടുക്കുക എന്ന് തീർത്തും പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ശരിയായ കാര്യം. റായ്ബറേലി ആണോ നിലനിർത്തുക അതോ വയനാടാണോ നിലനിർത്തുക എന്നുള്ള കാര്യത്തിൽ അദ്ദേഹത്തിന് ആകെ സംശയമാണ്. കാരണം തനിക്ക് പ്രതിസന്ധി ഉണ്ടായ ഘട്ടങ്ങളിലെല്ലാം തന്നെ ഹൃദയത്തോട് ചേർത്ത ജനങ്ങളാണ് വയനാട്ടിൽ ഉള്ളതെന്ന് അദ്ദേഹം ഉറക്കെ പറഞ്ഞു കഴിഞ്ഞു. പല സന്ദർഭങ്ങളിലും അദ്ദേഹത്തിന്റെ വാക്കുകൾ വികാരാധീനമാകുന്നത് നമ്മൾ കണ്ടതാണ്. വയനാടുള്ള ജനതയോട് അത്രയധികം കടപ്പാട് അദ്ദേഹത്തിനുണ്ട് എന്ന് അദ്ദേഹം വ്യക്തമാക്കി കഴിഞ്ഞു. ഇപ്പോൾ വയനാട് ഗാന്ധി കുടുംബത്തിന്റെ ഒരു മണ്ഡലം പോലെയായി മാറിയിരിക്കുകയാണ്. ഒരുപക്ഷെ ഈ മണ്ഡലം അദ്ദേഹം ഉപേക്ഷിച്ചാൽ അദ്ദേഹം തീർച്ചയായും ഇവിടെയുള്ള ജനതയെ വഞ്ചിച്ചുവെന്നും വയനാട് മത്സരിച്ചതിന് ശേഷമാണ് റായ്ബറേലിയിലെ സ്ഥാനാർത്ഥിത്വം പോലും പ്രഖ്യാപിച്ചത് എന്നുള്ളത് കൊണ്ട് തന്നെ അതൊരു തരത്തിൽ വഞ്ചനയായിരുന്നു എന്ന് BJP ഉൾപ്പെടെയുള്ള പാർട്ടികൾ ആരോപിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ഇതിനോടകം തന്നെ അത്തരം ഒരു ആരോപണവും ഉയർന്നു കഴിഞ്ഞു. എന്നാൽ 2 മണ്ഡലങ്ങളും തനിക്ക് പ്രിയപ്പെട്ടതാണെന്നും ഏത് മണ്ഡലമാണ് ഉപേക്ഷിക്കുക എന്നുള്ളത് തന്നെ സംബന്ധിച്ചിടത്തോളം വളരെ ബുദ്ധിമുട്ടേറിയ ഒരു കാര്യവുമാണ് എന്നാണ് രാഹുൽ ഗാന്ധി ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത്. എന്നാൽ അദ്ദേഹത്തോടൊപ്പം വേദിയിൽ ഉണ്ടായിരുന്ന കോൺഗ്രസ് നേതാവ് സുധാകരൻ ഏതാണ്ട് പറയാതെ പറഞ്ഞു കഴിഞ്ഞു അദ്ദേഹം റായ്ബറേലിയാവും നിലനിർത്തുക എന്നുള്ളത്. രാഷ്ട്രീയ നിരീക്ഷകരുടെ കണ്ണിൽ അത് ശരിയുമാണ്. കാരണം ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം അതിന്റെ അച്ചുതണ്ടായി നിലനിൽക്കുന്ന രാഹുൽ ഗാന്ധിയുടെ പ്രവർത്തനങ്ങൾ കേവലം വയനാട്ടിലേക്ക് മാത്രം കേന്ദ്രീകരിക്കപ്പെടേണ്ടതല്ല എന്നും അത് ഇന്ത്യൻ ഹൃദയഭൂമിയിൽ നിന്നുകൊണ്ട് ഇന്ത്യൻ രാഷ്ട്രീയത്തിലേക്ക് പടർന്നു കയറേണ്ടതാണെന്നും കോൺഗ്രസ് പാർട്ടിക്ക് അറിയാം. അതുകൊണ്ട് തന്നെ രാഹുൽ ഗാന്ധി വയനാട് നിലനിർത്തുവാനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പോൾ അവിടേക്ക് ആര് വരും എന്നുള്ളതാണ് പിന്നീട് ഉയർത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം. അവിടെ കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റിയിൽ നിന്നുണ്ടായ ചർച്ചകളിൽ നിന്ന് കിട്ടുന്ന റിപ്പോർട്ടുകൾ
വളരെ വ്യത്യസ്തമാണ്. ഏവരും ഉറ്റുനോക്കുന്നത് അദ്ദേഹത്തിന്റെ പ്രിയ സഹോദരി പ്രിയങ്ക ഗാന്ധി അവിടേക്ക് എത്തുമോ എന്നുള്ളതാണ്. ഒരുപക്ഷെ വിമർശകരുടെ വലിയ നാവടയ്ക്കുവാനും ആ നീക്കത്തിന് കഴിയും എന്നുള്ളതാണ്. ഒരുപക്ഷെ പ്രിയങ്ക ഗാന്ധി അവിടേക്ക് എത്തിയാൽ അതൊരുപക്ഷെ രാഹുൽ ഗാന്ധി അവിടെ ഉള്ളതുപോലെ ഒരു ഫീലിംഗ് അവിടുത്തെ വോട്ടേഴ്സിനിടയിൽ ഉണ്ടാകുവാനുള്ള ഒരു സാധ്യതയുണ്ട് എന്ന് കോൺഗ്രസ് പാർട്ടി കണക്കുകൂട്ടുന്നു. അതേസമയം തന്നെ തൃശൂരിൽ കനത്ത പരാജയം ഏറ്റുവാങ്ങുകയും പലതരത്തിലുള്ള വിവാദങ്ങൾക്കിടയാക്കുകയും ചെയ്ത തൃശൂർ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ കെ മുരളീധരൻ ഒരുപക്ഷെ വയനാട് മത്സരിച്ചേക്കാം എന്നുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട്. ഇവരാരുമല്ല, മറ്റു ചില സ്ഥാനാർത്ഥികളെ കുറിച്ചും കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റിയിൽ ചർച്ച നടന്നതായി പറയപ്പെടുന്നു. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, രാഹുൽ ഗാന്ധി വയനാട് നിലനിർത്തുവാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ കുറെ കൂടെ വിശാലമായ അർത്ഥത്തിൽ ഇന്ത്യ മുന്നണിയിൽ സജീവമാകുന്നതിനും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ലഭ്യമാകുന്നതിനും തീർച്ചയായും അദ്ദേഹം ഹിന്ദി ഹൃദയഭൂമിയിലേക്ക് മാറേണ്ടതുണ്ടെന്ന് പരക്കെ വിലയിരുത്തപ്പെടുന്നു. എന്നാൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് വയനാടിനെ സംബന്ധിച്ചിടത്തോളം, കോൺഗ്രസിന്റെ പ്രധാന സ്ഥാനാർത്ഥികളെയെല്ലാം ഇരു കൈയും നീട്ടി സ്വീകരിച്ച ഒരു പാരമ്പര്യമാണ് അവിടെയുള്ളത്. രാഹുൽ ഗാന്ധി വളരെ വലിയ ഒരു ഭൂരിപക്ഷത്തിലാണ് വയനാട് നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ടത്. റായ്ബറേലി ഇതിനേക്കാൾ മികച്ചൊരു ഭൂരിപക്ഷത്തിലാണ് അദ്ദേഹത്തെ സ്വീകരിച്ചത്. ഒരുപക്ഷെ സോണിയാഗാന്ധി ആ സ്ഥാനത്തേക്ക് വന്നാൽ, പ്രിയങ്ക ഗാന്ധി ആ സ്ഥാനത്തേക്ക് വന്നാൽ, അദ്ദേഹത്തിന്റെ സഹോദരി ആ സ്ഥാനത്തേക്ക് വീണ്ടും മത്സരിക്കാൻ എത്തിയാൽ ഒരുപക്ഷെ വിമർശനങ്ങളുടെ നാവടയ്ക്കാം എന്നുള്ളതാണ് ശരി. പക്ഷെ അത് എത്രത്തോളം സംസ്ഥാന രാഷ്ട്രീയത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കും അല്ലെങ്കിൽ നേട്ടമുണ്ടാക്കും എന്നുള്ളതാണ് ഉയർത്തുന്ന ഒരു ചോദ്യം. പ്രിയങ്ക ഗാന്ധി മത്സരിച്ചാൽ അത് എത്രത്തോളം ഭംഗിയായി സംസ്ഥാന രാഷ്ട്രീയത്തിനും വരുന്ന തെരഞ്ഞെടുപ്പിനും ഗുണം ചെയ്യും എന്നുള്ളതാണ് കോൺഗ്രസ് പാർട്ടി നോക്കുന്നത്. വിമർശനത്തിന്റെ വായടയ്ക്കാൻ ഒരുപക്ഷെ കഴിയുമെങ്കിലും ബാക്കിയുള്ള അർത്ഥത്തിൽ അത് ഫലം ചെയ്യുമോ എന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കുന്നത്. എന്തായാലും പലതരത്തിലുള്ള ചർച്ചകളും കോൺഗ്രസിൽ സജീവമാണ്. നമുക്കറിയാം, ഏതാണ്ട് 2004 മുതൽ തുടർച്ചയായി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ലോകസഭയിൽ എത്തിയിട്ടുള്ള രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം തുടക്കത്തിലുണ്ടായ ഒരു നേതാവല്ല അദ്ദേഹം ഇപ്പോൾ എന്നുള്ളത് ഏവർക്കും അറിയാം. വളരെ അപക്വമായ തീരുമാനങ്ങൾ എടുത്തിരുന്ന, വിമർശനങ്ങൾ ഏറ്റിരുന്ന, പലപ്പോഴും രാഷ്ട്രീയത്തിന്റെ സാമാന്യ പാഠങ്ങൾക്ക് അല്ലെങ്കിൽ ഇടുങ്ങിയ ധാരകളിൽ നിന്ന് വ്യത്യസ്തമായി വിശാലമായ അർത്ഥത്തിൽ രാഷ്ട്രീയത്തെ കാണുകയും പ്രായോഗിക രാഷ്ട്രീയത്തിനപ്പുറം പ്രവർത്തിക്കുകയും ചെയ്തതിന്റെ വിമർശനങ്ങൾ വാങ്ങുകയും ചെയ്ത ഒരു രാഷ്ട്രീയ നേതാവായിരുന്നു തുടക്കത്തിൽ രാഹുൽ ഗാന്ധിയെങ്കിൽ ഇപ്പോൾ പക്വമതിയായ ഒരു രാഷ്ട്രീയ നേതാവായി പരിണമിക്കുന്ന ഒരു ചിത്രം കൂടിയാണ് നമ്മൾ കാണുന്നത്. അദ്ദേഹം ഹൃദയത്തിലേറ്റിയ വയനാടിനെ, അദ്ദേഹം അവിടുത്തെ ജനതയ്ക്ക് നൽകിയിരിക്കുന്ന ഒരു വാഗ്ദാനം, റായ്ബറേലി ആയാലും വയനാടായാലും നിങ്ങൾക്ക് സന്തോഷം തരുന്ന തീരുമാനമായിരിക്കും ഇനി ഉണ്ടാവുക എന്നുള്ളതാണ്. ആ സന്തോഷം തരുന്ന തീരുമാനം ആകണമെങ്കിൽ പൊതുവെ വിലയിരുത്തപ്പെടുന്നത് ഒന്നുകിൽ അദ്ദേഹം വയനാട് നിലനിർത്തണം, അല്ലെങ്കിൽ പ്രിയങ്ക ഗാന്ധി മത്സരിക്കണം എന്നുള്ളതാണ് പൊതുവെ വായിച്ചെടുക്കുക. മുരളീധരനായാലും നേരത്തെ അവിടെ നിന്ന് 1 ലക്ഷത്തിൽ പരം വോട്ടുകൾക്ക് വിജയിച്ചു കയറിയിട്ടുള്ള നേതാവാണ് മുരളീധരൻ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇനി നടക്കാൻ പോകുന്ന വയനാട് തെരഞ്ഞെടുപ്പ് വളരെ നിർണായകമായി വരുന്നത് ഈ സാഹചര്യത്തിലാണ്. പ്രത്യേകിച്ച് ചില തെരഞ്ഞെടുപ്പുകൾ വരാനിരിക്കെ വയനാട് മണ്ഡലത്തിൽ നിന്ന് മാറി രാഹുൽ ഗാന്ധി റായ്ബറേലി മാത്രം നിലനിർത്തിയാൽ അവിടെ പ്രിയങ്ക ഗാന്ധി മത്സരിക്കാൻ എത്താതിരിക്കുകയും കൂടി ചെയ്താൽ ഒരുപക്ഷെ മണ്ഡലങ്ങളെ വഞ്ചിച്ചു പോകുന്ന ആളാണെന്നുള്ള പേരുദോഷം അദ്ദേഹത്തിന് പേറേണ്ടി വരും. നമുക്കറിയാം, അമേഠിയിൽ മത്സരിച്ചു, പിന്നീട് റായ്ബറേലിയിൽ മത്സരിക്കുന്നു, മണ്ഡലം മാറുന്നു. ഇങ്ങനെ പലതരത്തിലുള്ള വിമർശനങ്ങൾ, അതായത് വളഞ്ഞ വഴിയിലും അതുപോലെ തന്നെ താൻ ആദ്യം മത്സരിച്ച മണ്ഡലങ്ങളെയും ഇട്ടെറിഞ്ഞിട്ട് പോകുന്ന ആളാണ് അദ്ദേഹം എന്നുള്ള പേരുദോഷം പലപ്പോഴും രാഹുൽ ഗാന്ധിക്ക് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ കേൾക്കേണ്ടി വന്നിട്ടുണ്ട്, സോണിയാഗാന്ധിക്ക് പോലും. അതുകൊണ്ട് തന്നെ അദ്ദേഹം എടുക്കുന്ന ഈ തീരുമാനം തീർച്ചയായും കേരള രാഷ്ട്രീയത്തിൽ പരക്കെ ചർച്ച ചെയ്യുവാനുള്ള സാധ്യതയുണ്ട് എന്നാണ് വിലയിരുത്തപ്പെടുന്നത്.
എന്തായാലും ഇതുവരെയുള്ള തീരുമാനങ്ങൾ അനുസരിച്ച്, ഇതുവരെ നടന്ന ചർച്ചകൾക്ക് അനുസരിച്ച് പൊതുവെ മാധ്യമങ്ങൾ വിലയിരുത്തുന്നത് ഇവിടെ വയനാട് പ്രിയങ്ക ഗാന്ധി എത്താനുള്ള സാധ്യത ഉണ്ട് എന്നാണ്. എന്നാൽ പ്രാദേശിക രാഷ്ട്രീയം വളരെ ശക്തമായിട്ടുള്ള, അല്ലെങ്കിൽ കോൺഗ്രസ് നേതൃത്വം ശക്തമായ തീരുമാനങ്ങൾ എടുക്കുന്ന കേരളത്തെ സംബന്ധിച്ചിടത്തോളം അവിടെ നിന്ന് ഉന്നത സമിതികളിൽ നിന്ന് കിട്ടുന്ന ചില റിപ്പോർട്ടുകൾ അവിടെ ഒരുപക്ഷെ പ്രാദേശികവാസി അല്ലെങ്കിൽ കേരളത്തിൽ നിന്ന് തന്നെ ഒരു നേതാവ് മത്സരിക്കുവാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതാണ്. അങ്ങനെ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അത് മുരളീധരൻ ഒരു ഞെർക്ക് വീഴാനുള്ള സാധ്യതയും കാണപ്പെടുന്നുണ്ട്. എന്തായാലും ഇനി അധിക ദിവസങ്ങളില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഈ തീരുമാനങ്ങളൊക്കെ നമുക്ക് കാത്തിരിക്കാം. ഇത് വരും കാല ഇന്ത്യൻ രാഷ്ട്രീയത്തിലും കേരള രാഷ്ട്രീയത്തിലും നിർണായകമായ ചില മാറ്റങ്ങൾക്കും ചർച്ചകൾക്കും വഴിമരുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. രാഹുൽ ഗാന്ധി വയനാട് ഉപേക്ഷിച്ച് ഹിന്ദി ഹൃദയഭൂമിയിലേക്ക് മടങ്ങിയാൽ ഒരുപക്ഷെ നേരത്തെ നടത്തിയ തേരോട്ടം, അഖിലേഷ് യാദവുമായി ഉത്തർപ്രദേശിൽ ഉൾപ്പെടെ നടത്തിയ തേരോട്ടം വളരെ വിസ്തൃതമാക്കുന്നതിനും ഇന്ത്യ മുന്നണിയെ കൂടുതൽ കൈപിടിച്ച് ഉയരങ്ങളിലേക്ക് നയിക്കുന്നതിനും അദ്ദേഹത്തിന് കഴിഞ്ഞെന്ന് വരാം. എന്നാൽ വയനാട് നിലനിർത്തിയാൽ ഒരുപക്ഷെ കേരളത്തിന് ശക്തമായ ഒരു ഊർജം വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പകരുവാൻ അദ്ദേഹത്തിന് ശക്തി പകരാനാവും എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. ഇതെന്ത് തന്നെ ആയാലും ഈ രണ്ട് രാഷ്ട്രീയത്തിലും ഈ തീരുമാനം വളരെ നിർണായകമായ സ്വാധീനം ചെലുത്തും എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. നിങ്ങളെപ്പോലെ ഞാനും കാത്തിരിക്കുകയാണ് ആ ശുഭവാർത്തയ്ക്ക് വേണ്ടി.